ഹായ്, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ഒരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. പാലക്കാട് കാണിക്കാം. ഇവിടെയാണ് മറൈൻ വേൾഡ്. ആഴക്കടലിനടിയില് മത്സ്യങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അവിടെ കന്യകമാരെ ഉൾപ്പെടെ നമ്മൾ കാണുന്ന ആ ഒരു വലിയൊരു സംഭവമാണ് നമ്മുടെ പാലക്കാട് വന്നിരിക്കുന്നത്. അവിടെ രണ്ടാമതൊരു ഉദ്ഘാടനത്തിന് ആക്ട്രസ് രഞ്ജിഷ വിജയനാണ് ഇപ്പോൾ കാറിൽ നിന്നിറങ്ങുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നൈല ഉഷ വന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആ ഉദ്ഘാടന ചടങ്ങിൻ്റെ. ഇപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ അവർക്കത് സമയത്തിന് തുടങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ നിന്ന് ഈ വ്യാഴാഴ്ചയിലോട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ഇത് തുടങ്ങി. ഇവർ ഇത് എല്ലാ ജില്ലകളിലുമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ പാലക്കാട് ഇത് ഫസ്റ്റ് ടൈമാണ്. എല്ലാവർക്കും നമസ്കാരം. ഹായ്. എന്തൊരു എനർജി ആയിരുന്നു മേളത്തിന്. അതേ എനർജി നാട്ടുകാർക്കുണ്ടോ നോക്കട്ടെ. ഹായ്. ഒരുപാട് സന്തോഷമുണ്ട്. പാലക്കാട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഷൂട്ട് ഐറ്റം. രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ്. പാലക്കാടിന് സ്വന്തമായിട്ട് ഇത്തവണ ഒരു ഭയങ്കര ഗംഭീര, എനിക്കൊന്ന് വളരെ വിരളമായി ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഷോ പാലക്കാടിന്റെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നു. മറൈൻ വേൾഡ് ബൈ ദ സീ എന്ന് പറഞ്ഞിട്ട് ഇത് ഓൾറെഡി ഇനാഗ്രേറ്റ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, രക്ഷ ഇവിടെ ഒരു സ്പെഷ്യൽ ഷോ ഉണ്ട്, അതായത് മത്സ്യകന്യകയെ ബേസിക്കലി മെർമെയ്ഡിനെ കാണിക്കുന്ന ഒരു ഷോ ഉണ്ട്, അതങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്ന രക്ഷ. അങ്ങനെയല്ല, ചെറിയൊരു ടെക്നിക്കൽ ഡിലേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കിടിലനായിട്ട് അതിന്റെ ഒരു തുടക്കം. കാരണം എനിക്കും കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ കാണാത്തൊരു ഒരു കാര്യമാണ്. അതായത് ദുബായിൽ പോയിട്ട് അക്വേറിയം ഒക്കെ കണ്ടിട്ടുണ്ട്, വലിയ അക്വേറിയം കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ മനുഷ്യന്മാരെ ഇത്രയും വലിയൊരു അക്വേറിയത്തിൽ അല്ലെങ്കിൽ മെർമെയ്ഡ്സിനെ ഇത്രയും വലിയൊരു അക്വേറിയത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്കൊന്നൊരു ഉഗ്രൻ ഷോ തന്നെയാണ് ഇവിടെ പാലക്കാടുകാർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോഴത്തേക്കും നല്ല അതിന് മുൻപ് തന്നെ ഇവിടെ ഒരു 5 മണിക്ക് വന്ന ക്യൂല് ആളുകൾ നിൽക്കാൻ തുടങ്ങി. ഏറ്റവും ആദ്യം നിൽക്കുന്ന ഞാനിവിടെ 4:30 വന്നു കേട്ടോ. അപ്പോൾ ഞാനാണ് ഫസ്റ്റ് ഷൂട്ടിന് വേണ്ടി ഞാൻ ക്യൂവിൽ നിന്ന് അല്പം മാറി അവിടെ രഞ്ജിഷ വിജയനൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ എല്ലാം ഷൂട്ട് ചെയ്ത് ഞാൻ വീണ്ടും ഫസ്റ്റ് പോയിട്ട് നിൽക്കുകയാണ് ഉണ്ടായത്. 150 രൂപയാണ് ടിക്കറ്റ് ചാർജ് കേട്ടോ. 5 വയസ്സിനുള്ളിൽ താഴെ ഉള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല. അങ്ങനെ എനിക്കാണ് ഫസ്റ്റ് ടിക്കറ്റ് കിട്ടി. ഫസ്റ്റ് ടിക്കറ്റ് കിട്ടിയ സന്തോഷം. അങ്ങനെ ഞാൻ ഓടിപ്പോയി. ഞങ്ങൾ യൂട്യൂബേഴ്സ് 2-3 പേർക്കാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ ഓടി വേഗം പോയിട്ട് ടിക്കറ്റ് എനിക്ക് കിട്ടിയേ എന്നുള്ള ഭാവമാണ് കേട്ടോ. വേഗം ടിക്കറ്റ് കൊടുത്ത് അകത്ത് കയറി. ആരും തന്നെ വന്നിട്ടില്ല, ഞാനാണ് ആദ്യം കയറുന്നത്. അങ്ങനെ ഇഷ്ടം പോലെ വലിയൊരു സംഭവം അകത്ത് കയറിയപ്പോൾ തന്നെ ഉണ്ടല്ലോ, അടിപൊളിയാട്ടോ. ഇവിടെ ഇത് ഒരു 40 ദിവസം ഉണ്ടാവും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്.
അങ്ങനെ വിവിധ തരം മീനുകൾ കേട്ടോ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും കാണാൻ നിൽക്കാതെ ഓടി ഓടി ഫസ്റ്റ് ആണല്ലോ ഞാൻ. കുറേ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഓടി ഓടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാൻ വേണ്ടി എനിക്കിനി മറ്റൊരു ദിവസം വരേണ്ടതായി വരും. അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ മറ്റൊരു സെക്ഷനിലേക്ക് കടക്കുമ്പോൾ ഇത് നമ്മൾ അടിപൊളി, നമുക്ക് ചുറ്റും നമ്മുടെ തലയുടെ മേലെ കൂടെ ഇങ്ങനെ മീനുകൾ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നല്ലൊരു രസമാട്ടോ. ഞങ്ങൾ ദുബായിലൊക്കെ പോയ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടിരിക്കുന്നത്. അവിടെ മത്സ്യകന്യകമാരെയൊന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ മീനൊക്കെ ആണ് കാണാൻ കഴിഞ്ഞത്. അവിടെ ഇങ്ങനെ ചുറ്റിലും നമ്മൾ തലയിൽ കൂടെ ഇതാണ്ടോ തലയ്ക്ക് മേലെ കൂടെയൊക്കെ മീൻ വരുന്ന കാണിച്ചു തരാം. ഇത് അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളിവിടെ വരുമ്പോഴേക്കും നമ്മളെ ചാന്തുകൂട്ടിലെ ദിലീപ് പറഞ്ഞ പോലെ ഇത് കടലമ്മയുടെ കൊട്ടാരമോ എന്ന് ചോദിക്കുന്ന പോലെ ഇതാണ് കടലമ്മയുടെ കൊട്ടാരം. ഇനിയിപ്പോ അത് കണ്ടില്ലെന്ന് വേണ്ട. അങ്ങനെ കടലമ്മയുടെ കൊട്ടാരം കണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ലാസ്റ്റ് സെക്ഷനിലാണ് നമ്മൾ എന്താ പറയാ നമ്മൾ ഇതുവരെ കാണാത്ത മത്സ്യ കന്യകമാരെയൊക്കെ കാണാൻ കഴിയും. ഈ മത്സ്യകന്യകമാരും ഒരു മത്സ്യകന്യകനും അവിടെ റെസ്റ്റ് എടുത്തുകൊണ്ട് ഇവരിങ്ങനെ മേലെ ഇരിക്കും. പിന്നെ അവർ കുറച്ച് പേരായിട്ട് അതിനകത്തോട്ട് വരും. അവർ നന്നായിട്ട് നമ്മൾക്ക് വളരെ ക്യാമറയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവര് ബാലിയിൽ നിന്ന് കൊണ്ടുവന്നവരാണ് കേട്ടോ മത്സ്യകന്യകമാർ. കാരണം അതിന് ട്രെയിൻ ചെയ്തവർ തന്നെ വേണമല്ലോ. നല്ല രസം അത് കാണാൻ. കാരണം നമ്മൾ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, കാണുമെന്ന് വിചാരിച്ചതല്ല. അങ്ങനെ ഇത് കാണാനാണ് നമ്മൾ പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഈ വരുന്ന 40 ദിവസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് കാണാം. അങ്ങനെ മത്സ്യകന്യകമാരെയൊക്കെ കണ്ട് മതിമറന്ന് നിൽക്കുമ്പോൾ നമ്മുടെ രഞ്ജിഷ വിജയനുമായിട്ട് ഫോട്ടോ എടുക്കുന്ന തിരക്കാണ്. ഞാൻ വിചാരിച്ചു അവിടെ വേറെന്തോ അവരുടെ കൂടെ എടുക്കാന്ന്. അവിടെ ഈ കുട്ടി പോയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാനും വിട്ടില്ല, ഞാനും അവരുടെ കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തു. വീണ്ടും മത്സ്യകന്യകമാർ വളരെ ആക്റ്റീവായിട്ട് ഇതിനകത്ത് ഫസ്റ്റ് ഷോ ആയതുകൊണ്ടല്ല, എപ്പോഴും അവർ ആക്റ്റീവാണ്. അങ്ങനെ മത്സ്യകന്യകമാരെയൊക്കെ കണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ അത്യാവശ്യം നല്ല സാധനങ്ങൾ ഒത്തിരി ഷോപ്പുകളുണ്ട്. ഇതിനകത്ത് എല്ലാം നിറയുണ്ട്. ആരും വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ആണെന്നൊന്നും. എനിക്ക് തോന്നുന്നത് ഇടയ്ക്ക് ഒരു ദിവസം എനിക്ക് പർച്ചേസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ എനിക്കത് കാണാനായിട്ടും ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് ഓടുകയാണ് ചെയ്തത്. നിറയെ ഉണ്ട്. അങ്ങനെ കുറേയേറെ ഷോപ്പുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഫുഡിൻ്റെ സെക്ഷനായി കേട്ടോ. അത്യാവശ്യം എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെയുണ്ട്. ഇരിക്കാനുള്ള സൗകര്യവും ഉണ്ട്. അങ്ങനെ
അങ്ങനെ ഫുഡിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് പുറത്തോട്ട് വന്ന് ഇവിടെ ഇങ്ങനെ എല്ലാ കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾ 4-5 പേര് പുറത്ത് കടന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് പുറകെ വരുന്നവർ എല്ലാം ഇരിക്കാൻ തുടങ്ങിയ എല്ലാം ചാലുവാകും. അങ്ങനെ പുറത്ത് എന്തൊക്കെയുണ്ട് അങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളൊരാളെ പരിചയപ്പെട്ടത്. നമ്മുടെ കടൽ മച്ചാൻ എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനലില്ലേ, അതിലെ മീനൊക്കെ കറിയൊക്കെ വെക്കുന്ന അമ്മച്ചിയെ കണ്ടിട്ടില്ലേ? ഇത് ആ അമ്മച്ചിൻ്റെ അടുത്തൊരു ഹായ് പറഞ്ഞ് അങ്ങനെ അവിടെ നിൽക്കുന്നത് നമ്മുടെ കടൽ മച്ചാൻ ഒരു ഹായ് പറയാൻ പറഞ്ഞ് പറഞ്ഞ് പരിചയപ്പെട്ടു. അപ്പോഴത്തേക്കും രഞ്ജീഷ വിജയം വന്ന കാറ് പോയി. ഒത്തിരി ഞാൻ 4:30 വന്നതാട്ടോ, ഒരുപാട് വൈകി. ഇത് 2ാമത്തെ ദിവസമാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യുക. പോരാത്തതിന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ടാറ്റാ, ബൈ ബൈ.